ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സാണ്. ആ സ്വിച്ച് ബോർഡ് നമ്മൾ വീടിൻ്റെയൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യത്തിനെങ്കിൽ നമ്മൾ ഒരിക്കലും കാണുന്നില്ല. കാരണം സ്വിച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കാണുന്നില്ല സ്വിച്ച് ബോർഡ്. ഒരു 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലാത്ത ജിയുടെ മെറ്റീരിയൽ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് പതുക്കെ ഒരു കോർണറിൽ നിന്ന് തുരുമ്പ് പിടിച്ച് വരുന്ന എഫക്റ്റ് കാണാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, അത്യാവശ്യം തണുപ്പുള്ള ഏരിയകളിലാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് സ്വിച്ച് മെറ്റലിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡ് തുരുമ്പ് പിടിച്ച് പോയത് നമുക്ക് കാണാൻ സാധിക്കും. ഭാവിയിൽ അത് അതായത് പ്ലേറ്റ് ഉറപ്പിച്ചിരിക്കുന്ന 2 ഭാഗം മാത്രമായിരിക്കും, ബാക്കി കംപ്ലീറ്റ് പതുക്കെ തുരുമ്പ് പിടിച്ച് പോകുന്ന അവസ്ഥ നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഇത് നമുക്ക് മാക്സിമം എങ്ങനെ ഒഴിവാക്കാം? ഇത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ലൈഫ് ലോങ് കിട്ടുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് നമുക്ക് സ്വിച്ച് ബോർഡ് വയറിങ് കാര്യങ്ങൾ, അതുപോലെ വീടിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് വേണ്ടിയുള്ള പ്രൊഡക്ട്സാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഇത് ഐക്കൺ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സാണ്. 3 മോഡുകളുടെ ബോക്സും ഉണ്ട്, 8 മോഡുകളുടെ ബോക്സുമാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നതിൻ്റെ MRP നിങ്ങൾ കാണുന്ന പോലെ തന്നെ. അതായത് 8 മോഡുകളുടെ 235 വരുന്നത്. 3 മോഡലിൻ്റെ 125 റേഞ്ചാണ് വരുന്നത്. അത് എന്തായാലും നമുക്ക് അതിൽ നിന്ന് ഡിസ്കൗണ്ട് കാര്യങ്ങൾ എന്തായാലും 10% ഡിസ്കൗണ്ട് കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. നിങ്ങളിതിൻ്റെ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സാധാ മെറ്റൽ ബോക്സ് പോലെയല്ല, ഹൈ ക്വാളിറ്റിയാണ്. ഹൈ ക്വാളിറ്റി മാത്രമല്ല, അതായത് ഫ്രണ്ട് അകത്തും ബാക്കും ഒരേ രീതിയിൽ തന്നെ ഗ്ലേസിങ്, അതായത് ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കൈ മുറിയാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് നമ്മൾ കൺസീൽ ചെയ്തതിന് ശേഷം പൈപ്പുകളെല്ലാം ഉറപ്പിക്കുന്ന സമയത്ത്, നമ്മൾ ഭിത്തിയിൽ ഉറപ്പിക്കുന്ന സമയത്ത് അത്രയും ഹാർഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് കൈ മുറിയാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇലക്ട്രീഷ്യന്മാർ കുറച്ച് ശ്രദ്ധിച്ച് വേണം ഈ മെറ്റീരിയൽ കൈകാര്യം ചെയ്യാൻ. അത്ര ഹാർഡ് രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഭിത്തിയുടെ അകത്ത് പോയാൽ പിന്നെ പേടിക്കേണ്ട പ്രശ്നം കാര്യങ്ങളൊന്നും തന്നെ സാധാരണ ലെവലിൽ നമുക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ സാധിക്കും. അത്രയും പെർഫെക്ഷൻ രീതിയിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ ഹൈ ഹാർഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ഒരിക്കലും ഇത് തുരുമ്പ് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കടക്കുന്നില്ല. ഇതുപോലുള്ള പല കമ്പനികളും, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പല മാർക്കറ്റിംഗ് രീതിയിലുള്ള പല കമ്പനികളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏതെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതായത് ഏത് കമ്പനിയുടെ ആണെങ്കിലും നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഏത് ബോക്സ് യൂസ് ചെയ്താലും പ്രശ്നമില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ വെക്കുന്നതാണ് ഭാവിയിലേക്ക് നല്ലത്. നല്ല രീതിയിൽ നമ്മൾ വീട് പണിയുന്ന സമയത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പക്കയായിട്ട് ശ്രദ്ധിക്കും. നമ്മൾ ഈ സ്വിച്ച് ബോർഡോട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് നമുക്ക് വർഷങ്ങളോളം നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാവുന്ന രീതിയാണ്. പിന്നെ തുരുമ്പ് പിടിച്ച് തുടങ്ങിയ എന്താ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തുരുമ്പ് പിടിച്ച് തുടങ്ങിയ പതുക്കെ ഒരു വയറിലേക്ക് ബാധിക്കും, വയറിൻ്റെ ക്വാളിറ്റിയിലേക്ക് കടക്കും, വയർ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് തുരുമ്പ് പിടിച്ച സൈഡുകളിൽ വയർ പോയി മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അത് ഷോർട്ട് ആവാനുള്ള എഫക്റ്റ് ഉണ്ട്. ട്രിപ്പിംഗ് കാര്യങ്ങളൊക്കെ പതുക്കെ തുടങ്ങാനുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്ന വയറിങ്ങിൻ്റെ സമയത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി നമുക്ക് വീട്ടിലെ ഈ മെറ്റീരിയലിൽ നിന്നും ഓക്കെ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.